നമസ്കാരം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിളർന്നു. മലപ്പുറത്ത് മുസ്ലിം ലീഗ് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഇതാണ് തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. കേരള ബാലറ്റിലേക്ക് സ്വാഗതം. കേരള ബാലറ്റിൽ ആദ്യം പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് എം പിളർന്നു. ഫ്രാൻസിസ് ജോർജ് അടക്കം 4 പ്രമുഖർ രാജിവെച്ചു. പാർട്ടിയെ കെ എം മാണി വാണിജ്യ സ്ഥാപനമാക്കിയെന്ന് ഫ്രാൻസിസ് ജോർജ്. ബിജെപി സഖ്യമാണ് മാണിയുടെ പരിപാടിയെന്ന് ആന്റണി രാജു. പാർട്ടിയുടെ നയപരവും സംഘടനാപരവുമായ കാര്യങ്ങളിൽ ഏകപക്ഷീയമായ രീതിയിലാണ് ചെയർമാൻ ശ്രീ കെ എം മാണി പ്രവർത്തിച്ചു വരുന്നത്. വിമതരെ തള്ളി പി ജെ ജോസഫ്. കേരള കോൺഗ്രസ് വിമതരെ കൂടെ കൂട്ടുന്നതിൽ LDF-ൽ ആശയക്കുഴപ്പം. പഠിച്ചു വേണമെന്ന് VS. ആശയപരമെങ്കിൽ മാത്രം കൂട്ടുമതിയെന്ന് MA ബേബി. UDF വിട്ടുവരുന്നവർക്ക് അമിത പ്രാധാന്യം നൽകേണ്ടെന്ന് കാനം രാജേന്ദ്രൻ. പിളർപ്പ് ആശയപരമെങ്കിൽ സ്വാഗതമെന്ന് കോടിയേരി. മുസ്ലിം ലീഗിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 5 മന്ത്രിമാർക്കും സിറ്റിംഗ് സീറ്റ്. ആബിദ് ഹുസൈൻ തങ്ങളും TV ഇബ്രാഹിമും റസാഖ് മാസ്റ്ററും പുതുമുഖങ്ങൾ. സിറ്റിംഗ് MLA-മാരിൽ 3 പേരെ ഒഴിവാക്കി. 4 സീറ്റുകൾ ഒഴിച്ചിട്ടു. UDF സീറ്റ് വിഭജനത്തിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ നാളെ തുടങ്ങും. ആദ്യ ചർച്ച JDU നേതൃത്വവുമായി. കേരള കോൺഗ്രസുമായി ചർച്ച ശനിയാഴ്ച. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം തർക്കങ്ങളില്ലാതെ പൂർത്തിയാക്കുമെന്ന് ഉമ്മൻചാണ്ടി. O രാജഗോപാൽ നേമത്ത് മത്സരിക്കും. തീരുമാനം RSS BJP ചർച്ചയിൽ. കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നതിൽ തീരുമാനമായില്ല. കേരള ബാലറ്റിലേക്ക് വിശദമായി. കേരള കോൺഗ്രസ് മാണി വിഭാഗം പിളർന്നു. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം നേതാക്കളാണ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് രാജിവെച്ച് പുറത്തിറങ്ങിയത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പുനരുജ്ജീവിപ്പിക്കാനാണ് വിമത നേതാക്കളുടെ തീരുമാനം. ഈ മാസം 9-ാം തീയതി തിരുവനന്തപുരത്ത് പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. കെ എം മാണി ഏകപക്ഷീയമായി പ്രവർത്തിക്കുകയാണ് എന്ന് ആന്റണി രാജു പറഞ്ഞു. ഒരു മികവുമില്ലാത്ത മകനെ കിരീടവും ചെങ്കോലും ഏൽപ്പിക്കാനാണ് നീക്കം. കേരള കോൺഗ്രസിനെ BJP പാളയത്തിലെത്തിക്കാൻ രഹസ്യ ചർച്ച നടത്തി. PJ ജോസഫ് മാനസികമായി തങ്ങളോടൊപ്പമാണെന്നും ആന്റണി രാജു പറഞ്ഞു. പാർട്ടിയുടെ നയപരവും സംഘടനാപരവുമായ കാര്യങ്ങളിൽ ഏകപക്ഷീയമായ രീതിയിലാണ് ചെയർമാൻ ശ്രീ കെ എം മാണി പ്രവർത്തിച്ചു വരുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും നടത്താത്തതുമൂലം പാർട്ടി ഭരണഘടനാ പ്രതിസന്ധിയെ നേരിടുകയാണ്. ജനാധിപത്യ മര്യാദകളെ തകിടം മറിക്കുന്ന കുടുംബവാഴ്ചയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന് ആപത്തായ സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലുള്ള BJP-യുമായി സഖ്യപ്പെടാനുള്ള രഹസ്യ നീക്കങ്ങളാണ് ശ്രീ കെ എം മാണിയും ശ്രീ ജോസ് കെ മാണിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാർ കോഴയിൽ കെ എം മാണിയെ സംരക്ഷിച്ച് സംസാരിച്ചില്ലെന്ന് ആന്റണി രാജു. മാണി കോഴ വാങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല. മാണിക്കെതിരെ നിയമപരമായ നടപടി നിലനിൽക്കില്ല എന്നാണ് പറഞ്ഞത് എന്നും ആന്റണി രാജു പറഞ്ഞു. ഒരിക്കലുമില്ല. ഞാൻ എന്റെ വാദമുഖങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അന്നൊക്കെ ഞാൻ പറഞ്ഞത് ശ്രീ കെ എം മാണിയുടെ പേരിൽ നിയമപരമായി കേസെടുക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ കഴിഞ്ഞ 1 വർഷത്തെ ആ വിഷയത്തിലുള്ള ചാനൽ ചർച്ചകൾ പരിശോധിച്ചാൽ ബാർക്കോഴ ആരോപണത്തിൽ ശ്രീ കെ എം മാണിക്കെതിരെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് നിയമപരമായി കേസെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ശ്രീ കെ എം മാണി കോഴ വാങ്ങിച്ചിട്ടില്ല എന്നുള്ളൊരു അക്ഷരം ഞാൻ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഞങ്ങളുടെ പാർട്ടി ചെയർമാനാണ് ശ്രീ കെ എം മാണി. ആരോപണം ഉന്നയിക്കുന്നത് ഒരു ബാറുടമയാണ്. ബാറുടമയായ ശ്രീ ബിജു രമേശ് പറയുന്നു കോഴ കൊടുത്തുവെന്ന്. ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ പറയുന്നു കോഴ വാങ്ങിയില്ല എന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അറിയുന്ന ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ പറയുന്നത് മാത്രമേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. കേരള കോൺഗ്രസിനെ മാണി വാണിജ്യവൽക്കരിച്ചുവെന്നാണ് ഫ്രാൻസിസ് ജോർജ് കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. BJP-യുമായി കെ എം മാണി രഹസ്യ ചർച്ച നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. ബാർ കോഴക്കേസിൽ ഹൈക്കോടതി ഉത്തരവ് വിധി വന്നതിന് ശേഷം മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം അതിന് സമ്മതിച്ചില്ല എന്നും തയ്യാറായില്ല എന്നും അക്കാലത്ത് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് വിമർശനങ്ങൾ ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ പൊതുവായിട്ടുള്ള സമഗ്രമായിട്ടുള്ള വികസനം, നമ്മുടെ രാജ്യത്തിന്റെ മതസൗഹാർദ്ദം നിലനിർത്തുക, മതേതരത്വ പാരമ്പര്യം നിലനിർത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്
ഈ ആശയങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടി ഈ കഴിഞ്ഞ നാളുകളിൽ അതിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ള വലിയൊരു ആക്ഷേപം കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർക്കും പാർട്ടിയുടെ അനുഭാവികൾക്കും പൊതുസമൂഹത്തിനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് ചേരും. റഹീസ്, ഏതൊക്കെ തലങ്ങളിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ്, എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും അടക്കമുള്ള ആളുകൾ പാർട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്? ഏത് നിലക്കുള്ള ചർച്ചകളാണ് അവർ നടത്തിയത്? എന്തൊക്കെയാണ് അവർ ഉയർത്തുന്ന ആരോപണങ്ങൾ? ഒപ്പം അവരുടെ ഭാവി നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സനീഷ്, കേരള കോൺഗ്രസ് മാണി വിഭാഗം പിളർന്നിരിക്കുന്നു. ഫ്രാൻസിസ് ജോർജും ഡോക്ടർ കെ.സി. ജോസഫും ആന്റണി രാജുവും രാജിവെച്ചതായി ആന്റണി രാജു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇവർക്കൊപ്പമുള്ള പി.സി. ജോസഫ് രാജിവെച്ചതായി ആന്റണി രാജു പറയുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ 4 മുതിർന്ന നേതാക്കൾ രാജിവെച്ചിരിക്കുന്നു. അവർ പ്രധാനമായും ഉയർത്തുന്ന ആരോപണം സീറ്റ് തങ്ങൾക്ക് ലഭിച്ചില്ല എന്നത് ഒരിക്കൽ പോലും അവർ ഉയർത്തുന്നില്ല. സീറ്റ് ലഭിക്കാത്തതല്ല രാജിവെക്കാൻ കാരണമെന്ന് സ്ഥാപിക്കാനാണ് ആന്റണി രാജു കൂടുതൽ സമയവും ചെലവഴിച്ചത്. പ്രധാനമായും ഉയർത്തുന്ന ആരോപണം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ കുടുംബവാഴ്ചയാണ് നടക്കുന്നത്. കെ എം മാണിക്ക് ശേഷം മകൻ ജോസ് കെ മാണിയെ നേതൃപദവിയിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് മാണി നടത്തുന്നത്. രാഷ്ട്രീയമായി യാതൊരു ഗുണവുമില്ലാത്ത വ്യക്തിയായ ജോസ് കെ മാണി പാർട്ടി നയിക്കുന്നത് തങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് അവർ പ്രധാനമായും ഉയർത്തുന്നു. മറ്റൊന്ന് കർഷക പ്രശ്നങ്ങളാണ്. കർഷക പ്രശ്നങ്ങളിൽ ഒരു തരത്തിലുള്ള ഇടപെടലും കെ എം മാണി അധികാരത്തിലിരിക്കുന്ന സമയത്ത് പോലും യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തിയില്ല. റബ്ബർ കർഷകരെ രക്ഷിക്കാനെന്ന പേരിൽ ജോസ് കെ മാണി കോട്ടയത്ത് ഒരു നിരാഹാരം നടത്തുക മാത്രമാണ് ചെയ്തത്. അതാണെങ്കിൽ ഒരു നാടകവുമായിരുന്നു എന്നായിരുന്നു ആന്റണി രാജു വ്യക്തമാക്കിയത്. മറ്റൊന്ന് ബി.ജെ.പിയുമായി കൂട്ടുചേരാൻ പലതവണ ശ്രമിച്ചു. ഇതിനെതിരെ തങ്ങൾ എതിർപ്പ് ഉന്നയിച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു മുന്നണി ബാന്ധവം ഉണ്ടാവാതിരുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി ജോസ് കെ മാണി അമിത്ഷായെ വീട്ടിൽ ചെന്ന് കണ്ട് സംസാരിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അമിത്ഷാ NDA മുന്നണിയിൽ സഹമന്ത്രിയായി ജോസ് കെ മാണി ഉണ്ടാവും എന്ന ആരോപണവും ആന്റണി രാജു ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. റഹീസ്, കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. അതിനു മുമ്പ് മറ്റു പ്രധാനപ്പെട്ട പ്രസ്താവനകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. മാണിയും മാണിയുടെ മകനും ചേർത്ത് പാർട്ടിയെ തകർക്കുമെന്ന് കേരള കോൺഗ്രസ് വിമത നേതാവ് പി.സി. ജോസഫ്. 50 വർഷം പൂർത്തിയാക്കിയ പാർട്ടി 60 വർഷം തികക്കില്ലെന്നും പി.സി. ജോസഫ് പറഞ്ഞു. താൻ പണ്ടേ മനസ്സുകൊണ്ട് പാർട്ടി വിട്ട ആളാണെന്നും അദ്ദേഹം തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മകനോട് ഒരു പിതാവിന് സ്നേഹം തോന്നുക സ്വാഭാവികമാണ്. പക്ഷെ ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് ആക്കണം എന്നൊക്കെ പറയുന്നത്, അത് നേതൃത്വം കൊടുക്കണം എന്നൊക്കെ പറയുന്നത് അതും ഇതുമൊക്കെ ആയിട്ട് വ്യത്യാസമുണ്ട്. ഈ ഒരു സമീപനമാണ് മാണി സാറ് പുലർത്തുന്നതെങ്കിൽ ഞങ്ങളിപ്പോൾ 50 വർഷം പൂർത്തിയാക്കിയല്ലോ. 60 വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപേ മാണി സാറ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇല്ലാതാവുകയും കേരള കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പിളർപ്പല്ല, കൊഴിഞ്ഞുപോക്ക് മാത്രമാണെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം. ഫ്രാൻസിസ് ജോർജിന് കുടുംബവാഴ്ചയെക്കുറിച്ച് പറയാൻ അവകാശമില്ല. കെ എം മാണി ബി.ജെ.പിയുമായി ചർച്ച നടത്തിയിട്ടില്ല. അതിന് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കണമെന്നും ജോയി എബ്രഹാം കോട്ടയത്ത് പറഞ്ഞു. ആരെങ്കിലും ശ്രമിച്ചാൽ അത് വകവെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷത്ത് പോയി സീറ്റ് ചർച്ച നടത്തിവെച്ച് ആ പേരും പറഞ്ഞ് ഇവിടെ വന്ന് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ പാർട്ടി സമ്മതിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സാണ്. അതാര് കളിച്ചാലും അത് ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സാണ്. കോട്ടയത്ത് ആൽവിൻ തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളും. ആൽവിൻ, ഏത് നിലക്കാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാർ ഫ്രാൻസിസ് ജോർജിന്റെയും ആന്റണി രാജുവിന്റെയും പുറത്തേക്ക് പോകലിനെ കാണുന്നത്? ഏത് നിലക്ക് പ്രതിരോധിക്കാനാണ് അവരുടെ തീരുമാനം? സനീഷ്, വിമത നീക്കവുമായി ആന്റണി രാജുവും അടക്കമുള്ളവർ പ്രസ് മീറ്റ് നടത്തിയിരുന്ന അവർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നപ്പോൾ കെ എം മാണി പ്രതികരിക്കുമെന്ന് തന്നെയായിരുന്നു കോട്ടയത്തുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ജോയി എബ്രഹാം സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹം പാർട്ടിയുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറി കൂടിയാണ്, അദ്ദേഹം പ്രതികരിക്കുമെന്നായിരുന്നു. ഇതേ തുടർന്നാണ് ജോയി എബ്രഹാം പാർട്ടി ഓഫീസിൽ വെച്ച കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച ഈ പിളർപ്പിനെ പറ്റി ഇപ്പോൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇത് പിളർപ്പല്ല, ഇത് വെറും കൊഴിഞ്ഞുപോക്ക് മാത്രമാണ്. 3-4
പേർ മാത്രമാണ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത്. ഇതിനെ പിളർപ്പായി കണക്കാക്കാനാകില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം അതുപോലെ തന്നെ ആന്റണി രാജു ഉന്നയിച്ച മറ്റൊരു വലിയ ആരോപണം BJPയുമായുള്ള കെ എം മാണിയുടെയും ജോസ് കെ മാണിയുടെയും ബന്ധം സംബന്ധിച്ചായിരുന്നു. എന്നാൽ ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജോയ് എബ്രഹാം ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അമിത്ഷായുമായി ഒരു തരത്തിലുള്ള കൂടിക്കാഴ്ചയും നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്ന് തെളിവുണ്ടെങ്കിൽ അത് പുറത്തുവിടട്ടെ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഫ്രാൻസിസ് ജോർജിന് കുടുംബ വാഴ്ചയെപ്പറ്റി പറയാൻ യാതൊരുവിധ അവകാശവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം KM ജോർജിന്റെ മകനാണ്, ആ നിലയിലാണ് പാർട്ടിയിലേക്ക് വന്നതെന്നും അദ്ദേഹം ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു എന്നും അവിടെ നിന്നാണ് നേരെ പാർട്ടിയിലേക്ക് വന്നതെന്നും പാർട്ടിയുടെ അടിത്തട്ടിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് ജോർജിന് കുടുംബ വാഴ്ചയെപ്പറ്റി പറയാൻ അവകാശമില്ല എന്നാണ് ജോയ് എബ്രഹാം ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ പ്രധാനമായ ഒരു സംഭവം പറഞ്ഞത് ആന്റണി രാജുവിനെ സംബന്ധിച്ചാണ്. ആന്റണി രാജുവിനെ കൊണ്ട് ചുടുചോറ് വാരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്. ആന്റണി രാജു നല്ല രീതിയിൽ പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചാനൽ ചർച്ചകളിലും മറ്റും സംസാരിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തെ കൊണ്ട് ഇപ്പോൾ ചുടുചോറ് വാരിക്കുകയാണ് എന്നാണ് ജോയ് എബ്രഹാം പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 4.5 വർഷക്കാലം പാർട്ടിയുടെ എല്ലാ സൗഭാഗ്യങ്ങളും സ്വീകരിച്ച ശേഷം ഇപ്പോൾ പാർട്ടിയെ തള്ളി പറയുന്നത് ശരിയല്ല എന്നും ജോയ് എബ്രഹാം പറയുകയുണ്ടായി. കേരള കോൺഗ്രസ് എമ്മിൽ ഇപ്പോൾ നിലവിൽ പിളർപ്പല്ല ഉണ്ടായിരിക്കുന്നത്, കൊഴിഞ്ഞുപോക്കാണെന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത്. ഏതായാലും വരും മണിക്കൂറുകളിൽ KM മാണിയുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നന്ദി ആൽവിൻ വിവരങ്ങൾക്ക്. വിമതർ പാർട്ടി വിട്ടത് നിർഭാഗ്യകരമായി പോയി എന്നാണ് PJ ജോസഫ് പ്രതികരിച്ചത്. വിമതരെ കൂടെ നിർത്തിക്കൊണ്ട് പ്രസ്താവന നടത്താൻ അദ്ദേഹം തയ്യാറായില്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വേണ്ടി മാണി ഗ്രൂപ്പിനെ BJPയിലേക്ക് കൊണ്ടുപോകാനായി ഉള്ള ചർച്ചകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന തരത്തിൽ ആരോപണങ്ങൾ വരുന്നത് നിർഭാഗ്യകരമാണ്. അത്തരത്തിൽ ചർച്ചകൾ നടത്തിയിട്ടില്ല. BJPയുമായുള്ള ചർച്ചകൾ നടത്തിയത് ഊഹാപോഹം മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അവർ കൂടെ ഉണ്ടാകേണ്ടതായിരുന്നു ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും എന്ന് സൗഹാർദ്ദപൂർവ്വമായി പറയുക എന്നതല്ലാതെ അവർക്കൊപ്പം നിൽക്കുന്ന നിലപാട് PJ ജോസഫ് പ്രഖ്യാപിച്ചിട്ടില്ല. അത് നിർഭാഗ്യകരമായി പോയി. അവര് പാർട്ടിയിൽ തുടരേണ്ടതായിരുന്നു. അല്ല, പാർട്ടിയിൽ വിട്ടുപോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഐക്യജനാധിപത്യ മുന്നണിയിൽ നയങ്ങളെ പിന്തുണച്ച് വികസന രംഗത്ത് വളരെ മുന്നേറ്റം നടത്തിയിട്ടുള്ളൊരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ആ നിലപാട് തുടരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ല, മലയോര കർഷകരുടെ വിഷയത്തിലൊക്കെ ശക്തമായ നിലപാടാണ് പാർട്ടിക്കുള്ളത്. തിരുവനന്തപുരത്ത് റഹീസ് നമ്മോടൊപ്പം തുടരുന്നുണ്ട്. റഹീസ്, ഇടതുമുന്നണി പൂർണ്ണമായി തന്നെ സ്വീകരിക്കുന്ന നിലപാട് ഇതിനകം പ്രഖ്യാപിച്ചിട്ടില്ല. ആശയക്കുഴപ്പം ഉള്ള മട്ടിലാണ് CPIയുടെയും CPMന്റെയും നേതാക്കൾ എന്ന് വരുന്ന പ്രസ്താവനകൾ തോന്നലുണ്ടാക്കുന്നത്. എന്ത് നിലക്കുള്ള ചർച്ചകളാണ് ഇനി അങ്ങോട്ട് നടക്കുക? ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും ഇടതുമുന്നണിയിലേക്ക് തന്നെ പോകുമോ? CPMലെ ഒരു വിഭാഗത്തിന്റെ പൂർണ്ണ പിന്തുണ ഫ്രാൻസിസ് ജോർജിനും കൂട്ടർക്കും ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം അവർ പല സംസാരത്തിലും വ്യക്തമാക്കുന്നുണ്ട്. അതിനിടയിലാണ് സനീഷ് ഇപ്പോൾ സൂചിപ്പിച്ച VS അച്യുതാനന്ദന്റെയും കാനം രാജേന്ദ്രന്റെയും പ്രസ്താവന വന്നിരിക്കുന്നത്. പക്ഷേ കോടിയേരി ബാലകൃഷ്ണനുമായും പിണറായി വിജയനുമൊക്കെയായും ഇക്കാര്യങ്ങൾ സംസാരിച്ച് ഒരു ധാരണയിലെത്തിയതിനു ശേഷം തന്നെയാണ് ഇവർ പാർട്ടി വിട്ടിരിക്കുന്നത്. പ്രധാനമായും പുറത്തു വന്ന 4 നേതാക്കൾക്ക് വേണ്ടി 4 സീറ്റാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇതിൽ മൂവാറ്റുപുഴയിൽ ഫ്രാൻസിസ് ജോർജ് മത്സരിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. സിറ്റിംഗ് MLA അവിടെ കോൺഗ്രസിലെ ജോസഫ് വാഴക്കനാണ്. ജോസഫ് വാഴക്കനെതിരെ മൂവാറ്റുപുഴയിൽ മത്സരിക്കാനുള്ള ഒരു താല്പര്യമാണ് ഫ്രാൻസിസ് ജോർജിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് ഡോക്ടർ KC ജോസഫാണ്. KC ജോസഫ് മധ്യ കേരളത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട UDF കോട്ടകളിൽ തന്നെ മത്സരിച്ച് വിജയിക്കണം എന്നൊരു ആഗ്രഹമാണ് LDFനുള്ളത്. മധ്യ കേരളത്തിൽ തന്നെ KC ജോസഫ് മത്സരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്ന് ആന്റണി രാജുവാണ്. ആന്റണി രാജു തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ആഗ്രഹമാണ് അദ്ദേഹത്തിന് ഉള്ളത്. ഇതിനു മുമ്പ് ഈ മണ്ഡലത്തിൽ ആന്റണി രാജു മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. 40% തീരദേശ മേഖലയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിജയ സാധ്യതയും കാണുന്നുണ്ട്. നിലവിൽ മന്ത്രി VS ശിവകുമാറാണ് ഇവിടുത്തെ പ്രതിനിധീകരിക്കുന്നത്. PC ജോസഫിന് വേണ്ടി മറ്റൊരു സീറ്റും കൂടി ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായതായി തന്നെയാണ് വിമത നേതാക്കളുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ ഔദ്യോഗികമായി കേരള കോൺഗ്രസിലെ വിമതരെ സ്വീകരിക്കുന്ന കാര്യം പഠിക്കാതെയും പരിശോധിക്കാതെയും പറയാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. UDFനൊപ്പം നിന്ന് അഴിമതി നടത്തിയവരാണിവർ. അഴിമതിയുടെ കറ കഴുകിക്കളയാനാണ് വിമതർ ഇടതുമുന്നണിയിലേക്ക് വരുന്നത് എന്നും VS തിരുവനന്തപുരത്ത് പറഞ്ഞു. അവരെ UDFന്റെ കൂടെ നിന്ന് അഴിമതിയെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങള് കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന്റെ കൂടെ കൂടുക എന്നുള്ള നിലപാട് സ്വീകരിച്ച് വരുന്നത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ ഗൗരവമായി
പഠിക്കാതെയും പരിശോധിക്കാതെയും എടുക്കാൻ കഴിയുന്നതല്ല. സീറ്റ് വിലപേശി വരുന്ന അവസരവാദ രാഷ്ട്രീയത്തോട് സിപിഎമ്മിന് യോജിപ്പില്ലെന്ന് സിപിഎം PB അംഗം MA ബേബി. UDFന്റെ അടിത്തറ തകർന്നു. ഇടതുമുന്നണിയുടെ നയപരമായ കാര്യങ്ങളുമായി യോജിക്കുകയാണെങ്കിൽ UDF വിട്ടുവരുന്നവരുടെ കാര്യം പരിഗണിക്കുമെന്നും MA ബേബി പറഞ്ഞു. UDFന്റെ രാഷ്ട്രീയമായ അടിത്തറ തകർന്നിരിക്കുകയാണ് കേരളത്തിൽ. UDFനുള്ളിലും UDFിലെ പാർട്ടികൾക്കുള്ളിലും പൊട്ടിപ്പുറപ്പെടുന്ന പ്രശ്നങ്ങളിൽ നയപരമായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ സമയത്ത് ആവശ്യമുള്ള തീരുമാനമെടുക്കുന്നു. അല്ല, സീറ്റിന്റെ വിലപേശലിന്റെ ഭാഗമായിട്ടുള്ള അവസരവാദ പരിപാടികൾ അതിനെ CPMO LDF പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. UDF വിട്ടുവരുന്നവർക്ക് അമിത പ്രാധാന്യം നൽകേണ്ടതില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. UDF വിട്ടുവരുന്നവരെ മുന്നണിയിൽ ഘടകകക്ഷിയായി എടുക്കുന്നത് പോലും ആലോചിച്ചിട്ടില്ല. ഒരു ഘടകകക്ഷി വന്നാൽ എണ്ണം കൂടുമെന്നല്ലാതെ മുന്നണിയെ എത്രമാത്രം ശക്തിപ്പെടുത്തുമെന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അവർ പുറത്തു വന്നിരിക്കുന്നു. പുറത്തു വന്നാലും എന്താണ് നിലപാട് എന്ന് ഞങ്ങൾക്ക് LDF കൂടണം. LDF കൂടി അതുമായിട്ട് LDFൽ ചർച്ച ചെയ്യണം. അതിനുശേഷം LDF ഒരു പൊതു തീരുമാനം എടുക്കും. ഘടകകക്ഷിക്ക് വരുമ്പോൾ കക്ഷികളുടെ എണ്ണം കൂടും എന്നുള്ളത് ശരിയാണ്. എത്രമാത്രം ശക്തിപ്പെടുത്തും എന്ന് ഞങ്ങൾ വിലയിരുത്തിയതിന് ശേഷമേ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഘടകകക്ഷിയായി എടുക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് LDF ഇപ്പോൾ ആലോചിച്ചിട്ട് പോലും ഇല്ല. തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻ്റാണ്. അത് ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങൾ ഉചിതമായിട്ടുള്ള നിലപാട് ആ സന്ദർഭത്തിൽ സ്വീകരിക്കും. അതിനപ്പുറം വലിയൊരു പ്രാധാന്യമൊന്നും അമിത പ്രാധാന്യമൊന്നും ഞങ്ങൾ ഇതിന് കൊടുക്കുന്നില്ല. കാനം രാജേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിലെ വിവരങ്ങളുമായി അബ്ദുൽ മനാസ് ചേരുന്നു കൊച്ചിയിൽ നിന്നും. മനാസ്, കാനത്തിന് പൂർണ്ണമായ അതൃപ്തിയാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? സനീഷ്, പുനരുജ്ജീവിക്കപ്പെട്ട ഈ കേരള കോൺഗ്രസ് ജയെ സംബന്ധിച്ചിടത്തോളം അത്ര ആശ്വാസകരമായ വാർത്തയായിരുന്നില്ല കാനം രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കേരള കോൺഗ്രസ് ജെയുടെ മുന്നണി പ്രവേശത്തെക്കുറിച്ച് മീഡിയ മുന്നോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതിന് UDFിൽ നിന്ന് വിട്ടുവരുന്നവർക്ക് അമിത പ്രാധാന്യം നൽകേണ്ടതില്ല. ഇവരുടെ UDFിൽ നിന്നൊരു വിഭാഗം വന്നാൽ എണ്ണം കൂടുമെന്നല്ലാതെ ഇവർ വരുന്നത് കൊണ്ട് മുന്നണിക്ക് എത്രമാത്രം ഗുണകരമാവും എന്നത് പരിശോധിക്കേണ്ടതാണ്. ഇതൊന്നും മാധ്യമങ്ങളിൽ ചർച്ചയാക്കേണ്ട കാര്യമല്ല. ഇതെല്ലാം LDF പരിഗണിക്കും. പരിശോധന ശേഷം മാത്രമേ തീരുമാനമുണ്ടാവുകയുള്ളൂ. ഈ വിഷയത്തിൽ LDF ഇതുവരെ ഈ കാര്യം ഘടകകക്ഷിയാക്കുന്ന കാര്യം ആലോചിച്ചിട്ട് കൂടെയില്ല. ഈ വരുന്ന LDF മുന്നണി യോഗത്തിലാണ് ഇക്കാര്യം ചർച്ചയാവുക. എന്തായാലും വരുന്ന യോഗത്തിൽ കേരള കോൺഗ്രസ് ജെക്ക് അനുകൂലമായി CPI നിലപാടെടുക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. നന്ദി മനാസ് വിവരങ്ങൾക്ക്. കേരള കോൺഗ്രസ് പിളർപ്പ് ആശയപരമാണെങ്കിൽ സ്വാഗതം ചെയ്യുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മുങ്ങാൻ പോകുന്ന കപ്പലാണ് ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് നേതാക്കൾക്ക് മനസ്സിലായി. ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്ന് ഘടകകക്ഷികൾക്ക് മനസ്സിലായി. 18ഓടുകൂടി CPM സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമെന്നും കോടിയേരി പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.